Hi dears, welcome to Taste Teacher. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഡെക്കറേറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2-3 പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു 3 പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. ഇതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഈ മുട്ട നല്ലവണ്ണം ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റർ വെച്ച് നല്ലവണ്ണം അങ്ങ് പതപ്പിച്ച് കൊടുക്കുക. ഈ മുട്ടൻ്റെ മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളർ ആവണ വരെ നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഓയിലല്ല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല മെൽറ്റായ ബട്ടർ എടുക്കാതെ ഇതുപോലെ ഒരു പകുതി മെൽറ്റായ ബട്ടർ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1 കപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും ഇതുപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പാച്ചിൽ വെച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാധാ കേക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോരോ കപ്പായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ കപ്പ് കുറച്ച് കനം കുറഞ്ഞ കപ്പായതുകൊണ്ട് തന്നെ ഞാനൊരു 2-3 വെച്ച് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിലും ഒന്ന് വെച്ച് കൊടുക്കാൻ പോകണം. ഒരു 2-3 പീസ് എടുത്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കിൻ്റെ ഉള്ളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എപ്പോഴും പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഞാൻ ഓവനിലാണ് ചെയ്യണത്. അപ്പോൾ ഓവനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 150 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു കപ്പ് കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 250 ml 1 കപ്പ് ബട്ടർ. ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് തന്നെ എടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, കൂടുതൽ പാല് ചേർത്ത് കൊടുക്കാൻ പാടില്ല. 2 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് തന്നെ പാലെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2-3 ഡ്രോപ്പ് വാനില എസൻസ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഐസിങ് ഷുഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കോൺഫ്ലവർ ആവശ്യമുള്ളത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ഈ ഒരു ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാത്ത ടൈമിലും നമുക്ക് ഈ ഒരു ഫ്രോസ്റ്റിംഗ് നല്ല അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും ചെയ്യും. പിന്നെ നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഐസിങ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ പൊടിക്കണ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഐസിങ് ഷുഗറാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ല സ്പീഡിൽ കറക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര ചൂടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു ഫ്രോസ്റ്റിങ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഐസിങ് ഷുഗർ മുഴുവനായിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. പാൽ ഒരിക്കലും കൂടി പോകരുത്. 2 ടേബിൾ സ്പൂൺ നല്ല കറക്റ്റായിരിക്കും ഈ ഒരു ഐസിങ്ങിന്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് ബട്ടറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലെങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു ഐസിങ് ലൂസായിട്ട് പോവും. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് ഡെക്കറേഷനിലൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ പാൽ ഒരിക്കലും കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വൈറ്റ് ക്രീമായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്രീമായിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പെർമിറ്റഡ് ഫുഡ് കളർ റെഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ ഇതേപോലത്തെ ഒരു പിങ്ക് കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കപ്പ് കേക്കുമ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു 2-3 ഇതേപോലത്തെ കപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ബാക്കി വന്നത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും പറ്റും. ഒട്ടും കരിയൊന്നും ചെയ്യാത്ത നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഐസിങ് തന്നെയാണ് നമുക്ക് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കപ്പ് കേക്ക് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതിനും ബാക്കിയുള്ള മിക്സ് കൊണ്ട് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിൽ ഞാൻ കുറച്ചുകൂടി കളറ് കൂട്ടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്